വിഷയപ്പന്തരങ്ങള് ഓല വിഷയം റോഡോ പാലോ തോടോ ഒന്നല്ല, കാന്തപുരത്തെ മൂല്യരാണ്. മനുഷ്യന്മാരെ ഒരു ഇലക്ഷനിൽ കാന്തപുരം ഉസ്താദിന് പറ്റിയവർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞൂടെ? കാരണം നിങ്ങൾ ചെലവിലല്ലല്ലോ ഞങ്ങൾ റേഷൻ വാങ്ങണേ. ഇവിടെ ഏതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനം, ഏതൊക്കെ സാമുദായിക സംഘടനകൾ, മതസംഘടനകൾ അവരുടെ നിലപാടിന്റെ കൂടെ ഓല് പോണുണ്ടേ. അതിന് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ കാളവണ്ടി എടുത്ത് നടക്കലാ, തോൽപ്പിച്ചാൽ നടന്ന പോലെ പിന്നാലെ. ഇതാണോ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇലക്ഷനിൽ തനിക്ക് പ്രതിപക്ഷമുണ്ടാകും. ഒരു മണ്ഡലത്തിൽ നിന്ന് താൻ MLA ആയി തെരഞ്ഞെടുത്താൽ താൻ ചെയ്യുന്നൊരു പ്രതിജ്ഞയുണ്ട്, ജനങ്ങളുടെ പ്രതിനിധിയാണ്. അതാണ് ജനാധിപത്യം, അതാണ് ലീഡർഷിപ്പ്, അതാണ് പോളിറ്റിക്സ്. അവിടെയാണ് ഒരു പൊതുപ്രവർത്തകൻ നിൽക്കേണ്ടത്. ഒരു 3-4 MLA-മാർക്കുള്ള പണിപ്പന്തരങ്ങള് ഈ മണ്ണാറക്കാട് അങ്ങനെ തോറ്റ്, കാസർഗോഡ് ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷ ഉണ്ട്. ഞാൻ ഇയാൾ ഒരുപാട് പ്രസംഗം കേട്ടു, ഒരു 10-20 മിനിറ്റ് ഒന്നെന്നെയാ പറയുന്നത്. കാസർഗോഡ് ഒരു ഓട്ടോറിക്ഷ ഉള്ള വർത്താനാണ് ഒന്നെങ്കിൽ അതൊന്ന് എല്ലായിടത്തും പറയലുണ്ട്. എന്തേ മണ്ണാറക്കാട് ഇയാള് ജയിച്ചിന്റെ പേരിൽ കാസർഗോഡ് ഒരു പോയത്തക്കാരോ ഓന്റെ ഓട്ടോറിക്ഷ എന്ത് ചെയ്തോലോ മണ്ണാറക്കാട് എന്ന് പേരിട്ടോലോ. അതെന്തിനാന്ന് ചോദിച്ചപ്പോ കുട്ടി പറയാത്തരേ, മുന്നിലൊരു ഏപ്പിക്കാരുണ്ട്, ഓനിത് കണ്ടാ ഭയങ്കര പിരാന്താണ്, അതിനാണ്. അതിന് ചങ്ങായിമാരെ ഞങ്ങൾക്ക് മണ്ണാർക്കാട് മാത്രമല്ല കൊടുവള്ളിയും തോന്നി എത്തന്നെ ഇതാണ്ട് ചാക്കുപോടും വേണം. അപ്പൊ നിങ്ങൾക്കും വരൂല ദേഷ്യം. അപ്പൊ മൂപ്പര ഓട്ടോറിക്ഷന്റെ കഥ അറിയണോട്ടോ നോക്കി നിങ്ങള്. ഞാൻ കാസർഗോഡ് പോയപ്പോ അവിടെ ഒരു ഓട്ടോറിക്ഷ ഓടുക, ഓട്ടോറിക്ഷന്റെ പേര് മണ്ണാർക്കാട്. അവിടെ ഒരുപാട് ഓട്ടോറിക്ഷ ഉണ്ട്, അതിനൊക്കെ ഓരോ പേരുണ്ട്. ഇയാൾ അത് നോക്കി അടക്കാനാണ് MLA ആയത്. അപ്പൊ ഞാനിത് ഓടിക്കാൻ കുട്ടനോട് ചോദിച്ചല്ല എനിക്ക് ആരാ മണ്ണാർക്കാടുള്ളത് നോക്കി. ഇയാള് കാസർഗോട്ട് കൂടെ പോകുമ്പോ റോട്ടുമക്കാരനോ ഓട്ടോറിക്ഷക്കാരനോടൊക്കെ എന്തിനാജ് പൂമോളെന്ന് പേരിട്ട്, എന്തിനാജ് മണ്ണാർക്കാട് എന്ന് പേരിട്ട്, എന്തിനാജ് കുഞ്ഞാപ്പൂ എന്ന് പേരിട്ട്, ഇതും ചോദിച്ചടക്കണ ഒരു MLA മന്ദബുദ്ധി എന്നല്ലാതെ മലയാളത്തിൽ എന്താ പറയാ? ഒന്ന് ആലോചിച്ച് നോക്കാണ് നിങ്ങൾ. എന്തിനാ ചങ്ങായിമാരെ, ഞങ്ങൾക്കേ മാണെങ്കിൽ രാഷ്ട്രീയം അറിയും, മനസ്സിലായില്ലേ? ഞങ്ങൾ ഈ തലീക്കെട്ടിന്റെ ഒരു മട്ടുണ്ട്, അതവിടെ നിന്നോട്ടെ എന്നാ പറയാനുള്ളത്. അപ്പൊ ഇരിക്കട്ടെ സഹോദരൻ, ഞങ്ങൾ ഏർപ്പാടുണ്ട്, അവിടെ വിട്ടോളിങ്ങള്, നിങ്ങൾ ഏർപ്പാട് എടുത്തോളി. എന്തെങ്കിലും ഒരു ഫൈറ്റ് നമുക്ക് ചെയ്യണമെങ്കിൽ ഇലക്ഷൻ വരുമ്പോ നോക്കാം, അല്ലാതെ ഇങ്ങനെ ഈ ചക്കോൾസി പോരേറ്റ് അടക്കാനായിരിക്കാം. രാഷ്ട്രീയത്തിനൊരു സൗന്ദര്യമല്ലേ? അങ്ങനെയാണല്ലോ. ഇപ്പൊ ഇവിടെ നിങ്ങൾ ജീവിക്കുമ്പോ തിരൂരിന്നോ മണ്ണാർക്കാടെന്നൊക്കെ പേരിടുമ്പോ എന്തെങ്കിലും ഒരു ബന്ധമുള്ളവരുണ്ടോ? അങ്ങനെ നാട് മാറി താമസിക്കുന്നവരുണ്ടോ? എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ? മണ്ണാർക്കാടും ബാപ്പേ, വെല്ലിപ്പേ, ഉമ്മേ, വെല്ലിമ്മ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു MLA റോട്ടുമ്പോ കൂടെ പോകുമ്പോ എന്തൊക്കെയാ ഇയാള് ചോദിച്ചന്വേഷിക്കണ്ടേ? ആടാ എന്റെ ഉമ്മ മണ്ണാർക്കാടാ, എന്റെ വാപ്പ മണ്ണാർക്കാടാ, എന്റെ തറവാട് എവിടെയാ എന്നെ പെറ്റ്, എത്രയാ എന്റെ ജനന തീയതി, എത്താപ്പതിന്റെ കഥങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ആ കുട്ടി പറഞ്ഞത് എന്താണോലോ, എന്റെ പേരിന്റെ മുന്നിൽ ഒരു ഏപ്പിക്കാരുണ്ട്, ഏപ്പിക്കാർക്കൊക്കെ ഇപ്പൊ മണ്ണാർക്കാട് എന്ന് കേട്ടാ വലിയ പ്രശ്നമാണ്. ഞാൻ മിഞ്ഞാന്നും മണ്ണാർക്കാട് പോയിക്കണേ, നമുക്ക് ഇന്നത്തെ മണ്ണാർക്കാടിനോട് പ്രശ്നം എന്താപ്പതിന് പറയാൻ? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഒരു ഇലക്ഷനിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥി ജയിക്കുകയോ നമ്മൾ ആഗ്രഹിക്കാത്തൊരു സ്ഥാനാർത്ഥി ജയിച്ചാൽ പിന്നെ ആ നാട് വെക്കുമ്പോ ഇങ്ങനെ നെറ്റി വിളിച്ചല്ല. എന്നാ പിന്നെ കൊടുവള്ളിന്ന് എഴുതുമ്പോ ഇങ്ങക്കും വേണ്ട ഇടങ്ങേറ്. ഞങ്ങൾക്കൊരു മണ്ണാർക്കാടല്ലേ ഇപ്പൊ നിങ്ങൾക്ക് എഴുതാനുള്ളൂ, എന്നാൽ ഞങ്ങൾ എത്തരനെ എഴുതണം. പാണക്കാട്ടെ തങ്ങൾ എത്രയാ കുടുംബയോഗം വിളിച്ചു പാത്തി ഓതിയ കൊടുവള്ളിയില് നിങ്ങൾക്ക് കേൾക്കണം. ഞങ്ങള് കാരാട്ട് റസാക്കിനെയും KT ജലീലിനെയൊക്കെ ജയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ കനം ചെറുതല്ല. എന്താ പറയുക, നിങ്ങള് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ടോലെന്ന് മാത്രമല്ല, പാണക്കാട്ടത്തങ്ങളെ കുരുത്തക്കേട് വാങ്ങിയ KT ജലീൽ എന്ന് 5 പകരമുള്ള ഏക മന്ത്രിയാണ്. ആ പാണക്കാട്ടത്തെ കുരുത്തക്കേട് കാന്തപുരത്തിന്റെ കുരുത്തം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ആരെങ്ങൾക്ക് ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്കി. അപ്പൊ അതിന് പകരം താനൂര് കൊടുവള്ളിനോട് എഴുതിയാ പോരെ? എന്നിട്ട് നമ്മളെ ഫൈസി മോദിയരെ ഏതാ സാധനം എനിക്കറിയില്ല, ഞാൻ അയാളെ പ്രസംഗവും കാട്ടിക്കൂട്ടലൊക്കെ അങ്ങനെ കണ്ടിട്ട് ചെറി പേരല്ലാതെ എന്താ കാട്ടുക. ഇയാള് പറയാണ് ശംസൂനെ നമ്മള് മുമ്പ് നോക്കി ഇവിടെ ഒന്ന് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചതാ. പാണക്കാട്ടത്തങ്ങളെ പറ്റിയാണെങ്കിൽ ഒരു രസമുണ്ട്. അതെ, ശംസൂനെ നമ്മള് മുമ്പേ കൊണ്ടുവരാൻ ആഗ്രഹിച്ചതാ. അന്നൊരു മുസ്ലിം ലീഗിന്റെ പരിപാടി ഒന്നും കിട്ടാത്തതുകൊണ്ട് പള്ളി ഉദ്ഘാടനത്തിനാണ് കൊണ്ടുവന്ന് ഒരാഴ്ച ഇമാമത്വം നിർത്തിക്കളി. എന്താ കാറ്റ്? ഒന്നാല് മൂല്യമാര് നിൽക്കുന്നിടത്ത് നിൽക്കണ്ടേ? മൂപ്പര് പറയണ ആവേശം നോക്കി. നമ്മള് സംസാരിക്കുന്ന
നമ്മുടെ പ്രിയപ്പെട്ട ഇതാണ് ആ ആള്. നിങ്ങൾ ഇതുവരെ കേട്ടപ്പോ ഇപ്പൊ മനസ്സിലായില്ലേ? അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ സാഹിബാണ്. നമ്മൊക്കെ വരൂലേ എന്നുള്ള സംശയത്തിൽ ഇങ്ങനെ എല്ലാവരും നിൽക്കുകയാണ്. യാസീൻ ഓതി പുത്രിക്ക് ശംസൊറ്റ വരാന്നാലോ. മൂലിയാരെ ഒരു കരിക്കട്ട എടുക്കുക, വെളുത്ത കുമ്മായം തേച്ച ചുമര ചാരി നിന്നിട്ടുണ്ട് ബരക്ക, എന്നിട്ട് തിരിഞ്ഞുന്നാ കാണാൻ നിങ്ങളെ വലിപ്പത്തിലുണ്ട്. ഷംസുദ്ദീൻ സാഹിബിനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ ഒരാവേശമായതുകൊണ്ട് 140 നിയമസഭയിലെ MLA ഇയാൾക്ക് ഇത് എത്ര കൊമ്പുള്ളത്? നിങ്ങൾക്ക് ഉണ്ടാണ് രണ്ടിന്റെ പുറമെ വേറെ എത്രയുള്ളത്? നമ്മളെ മുസ്ലിം ലീഗിന്റെ സമ്മേളനമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു 6 മാസം മുമ്പ് കുന്നമ്പുറം പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ലീഗിന്റെ ഒരു സമ്മേളനമായിട്ട് ഈ സങ്കടം ഒന്ന് തീർത്ത് കിട്ടണ്ടേ? അപ്പോ ബാപ്പ മരിച്ച സങ്കടം ഉമ്മ മരിച്ചപ്പോൾ തീർന്നു തരണ കോലത്തിലാ. എന്തായാലും ബാപ്പ വെള്ളം കിട്ടാതെയാ മരിച്ചേ, ഉമ്മ കുളത്തിൽ മുങ്ങിയാ മരിച്ചേ. പോയത്തക്കാരൻ പറഞ്ഞു ബാപ്പാക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ ഈ ഉമ്മ മരിച്ചപ്പോ ആ സങ്കടം തീർന്നിട്ടിട്ടോ എന്ന മാതിരി ലീഗിന്റെ പരിപാടിക്ക് വിളിച്ചാൻ കൂടായിട്ട് പള്ളിക്കൊക്കെയാണ് വിളിച്ചു. ഇമാമത്തെ നിർത്തിക്കൂടെ ഒരാഴ്ച. എന്തൊരു കഷ്ടകാലം പഠിച്ചോനെ. ഇറ്റക്കൊക്കെ അള്ളൊരു ഇജ്ജത്ത് കൊടുക്കട്ടെ, ഈ ഇഖ്ലാസ് കൊടുക്കട്ടെ, കുറച്ചൊക്കെ തലച്ചോറ് അള്ള ഏറ്റി കൊടുക്കട്ടെ. ഞങ്ങൾക്ക് പത്തിരിക്കേ തോർക്കാൻ കഴിയുള്ളൂ. അല്ലാതെ എന്താ നിങ്ങളെയൊക്കെ ഞങ്ങൾ കാട്ടുക? എന്താ നിങ്ങളോടൊക്കെ ഞങ്ങൾ പറയും? നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മളെ ആയുസ് പോണ കോലം. അള്ളാഹു ഈ ഫിത്തിനീന്ന് നമ്മളെയൊക്കെ കാക്കട്ടെ. അപ്പൊ നോക്കിങ്ങള്. എന്നിട്ടിപ്പോ ശംസുദ്ദീൻ ഇവിടെ പറയാണ്, അവിടെ ഇപ്പൊ നമ്മളെ വർത്താനുള്ളത് ശരീഅത്ത് വിഷയത്തിൽ പാണക്കാട്ടത്തങ്ങള് മോഡിനെ ശരിയാക്കാൻ വേണ്ടി യോഗം വിളിച്ചെന്ന ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടുള്ള 4 MLA കൊണ്ട് നിങ്ങളിപ്പോ മോഡിനെ ഊതിപ്പറപ്പിച്ച അവിടെ എത്തുന്നു ഞങ്ങൾക്കറിയില്ലേ? ഇതിപ്പോ തൃശ്ശൂര് വിട്ട അങ്ങോട്ടുമില്ല, കണ്ണൂര് വിട്ട അങ്ങോട്ടുമില്ല, അതിന്റെ അടിയിലുള്ള കളിയാ. ഈ കളിയോണ്ടിപ്പോ ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള മോഡിനെ മുമ്പിലും ദത്ത് കാട്ടാനാ. അപ്പൊ ഇരിക്കട്ടെ, അങ്ങനെ പാണക്കാട്ട് തങ്ങൾ വിളിച്ചു, ഞമ്മള് വന്നില്ലാന്നാ. ഞമ്മള് വരാത്ത വിഷയം ഞാൻ മൂപ്പർക്കും പറയണ്ട. ഇപ്പോ നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ മതേതര വിശ്വാസികൾ ഒരുപാട് ഭീഷണി നേരിടുന്നുണ്ട്. അവസാനം ഈ നോട്ടിന്റെ തൊട്ടു മുമ്പ് എന്താ വന്നത്? ഏക സിവിൽ കോഡ്. പഴകിപ്പുളിച്ച ആശയമാണ്, പലരും വേണ്ടാന്ന് വെച്ചതാ. ഇതിലും വലിയ ആളുകൾ സിവിൽ കോഡ് ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. നമ്മളെല്ലാരും വിളിച്ചു. ലീഗ് എന്താ ചെയ്തത്? ലീഗ് അതിനെ ശക്തമായി പാർലമെന്റിൽ എതിർത്തു, പുറത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു, എല്ലാ മുസ്ലിം സംഘടനകളും വിളിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് അധികാരമല്ല, അപ്പൊ നിങ്ങൾക്ക് എല്ലാരെ പറ്റി ഓർമ്മ ഉണ്ടാവും. എല്ലാവർക്കും കത്ത് കൊടുത്തു, എല്ലാവരും വന്നു. നമ്മൾ എങ്ങനെയൊക്കെ നീങ്ങണം എന്ന കാര്യം ആലോചിച്ചു. എങ്ങനെ ഞങ്ങൾ ആലോചിച്ച്? മുജാഹിദിനെ കേസ് കൊടുക്കാനും വിട്ടു, ചേളാരി സമസ്തക്കാരെ കേസിനെതിരെ പറയാനും വിട്ടു. അങ്ങനെയാ യോഗം കഴിഞ്ഞാണ്ട് പുറത്തിറങ്ങിയപ്പോ 4-40 വൈക്കാൻ അല്ലേ? കൂട്ടരൊഴികെ ഓൽക്ക് വരാൻ പറ്റില്ല. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും പറ്റൂല. വരണ്ട, അവിടെ തന്നെ നോളി. അല്ല, നിങ്ങൾ വരണം എന്നാണ് ഞങ്ങളോട് വരുമോ? ഞങ്ങളെ അൽച്ചോറുണ്ടല്ലേ വരിക? നിങ്ങൾ അങ്ങനെ ഒറ്റപ്പെടും. നിങ്ങളങ്ങോട്ട് ഒറ്റപ്പെടുത്തിയാലേ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? കാന്തപുരം ഉസ്താദും താജുലുലമയും എറണാകുളത്ത് സംഘടിപ്പിച്ച സുന്നി യുവജന സംഘത്തിന്റെ ചരിത്രപ്രസിദ്ധമായ സമ്മേളനത്തെ ഒറ്റപ്പെടുത്താൻ നടത്തിയ ബീവിയുടെയും തങ്ങളുടെയും പ്രസിദ്ധമായ പ്രസ്താവനകളെ അതിജീവിച്ച് ഈ രാജ്യത്ത് വിപ്ലവത്തിന്റെ നൗകയെ മുന്നോട്ട് നയിച്ച നേതൃത്വമാണ് സുൽത്താനുലുലമ കാന്തപുരം എത്തിയ ബോക്കർ മുസ്ലിയാരെ. അന്ന് ഞങ്ങളൊരു യൂണിറ്റിൽ ഒന്നേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളെ പേരക്കുട്ടികൾ തന്നെ ഒപ്പണ്ടേ? മനസ്സിലായില്ലേ? ആരെയപ്പ ഈ പേടിപ്പിച്ചത്? ഇനി വരാതെ എന്നിട്ട് ഇവർ ചെയ്തൊരു ഒരു വികൃതി ഉണ്ട്. മൂപ്പര് പറഞ്ഞു നമ്മളെ കൂട്ടത്തിലേക്ക് വന്നില്ല, എന്നിട്ട് ഓരൊറ്റക്കണ്ട് നടത്തി. ശരി, അയിമാണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ ഊരിയും കയ്യും കാലും ഉണ്ട്. പിന്നെന്തിനാ ഞങ്ങളീ മറ്റാരും റാലി ശരീഅത്ത് റാലി നടത്തി ഒരു സ്വാമിനെ പ്രസംഗിക്കാനും വിളിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെവിടെയും ശരീഅത്ത് റാലി നടത്തിയോ? ഇയാളൊരു പത്രവും വായിക്കണില്ലല്ലോ പഠിച്ചോനെ. ചന്ദ്രിക മാത്രം വായിച്ചത്. കേരള നിയമസഭയിലെ ഒരു MLA റേഞ്ചാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞങ്ങൾ ശരീഅത്ത് സംരക്ഷിക്കാൻ ഒരു റാലി അടുത്ത കാലത്ത് എവിടെയും നടത്തിയിട്ടില്ല. എന്തിനങ്ങൾ ഇല്ലാത്ത പറയുന്നത്? ഇനി സ്വാമി വന്നത് ശരീഅത്ത് സംരക്ഷണ പരിപാടിയിലും അല്ല, അത് വേറൊരു പരിപാടി. ഞാൻ നിങ്ങൾക്ക് തിരിയില്ല മാഷേ. നിങ്ങളെങ്ങനെയാ വക്കീലായതെന്ന് ഞമ്മക്ക് പിടുത്തം കിട്ടണില്ല. സ്വാമി പ്രസംഗിക്കാൻ വന്ന് സ്വാമി ഗംഭീരായിട്ട്, കാരണം ശരീഅത്ത് റാലിയല്ലേ. ശരീഅത്ത് റാലിക്ക് ഞങ്ങൾ സ്വാമിനെയല്ല വിളിച്ച.
ഏക സിവിൽ കോഡല്ലേ, ഇവിടെ ഒരു ഏക സിവിൽ കോഡ് വേണ്ട, രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കേണ്ട ഒരു സ്വാമി അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ നല്ല കാര്യം. നിങ്ങൾ അതിന് വേദി കൊടുത്തതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഞങ്ങളെ അതിന് വേദി കൊടുത്തിട്ടുള്ളൂ അല്ലേ? ഇവിടെ ശരീഅത്ത് വിവാദവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ വന്നപ്പോ കാന്തപുരം ഉസ്താദ് ശരീഅത്ത് സംരക്ഷണ സമ്മേളനം വെച്ചു. എവിടെ? എറണാകുളത്തെ. അത് ശരീഅത്ത് സംരക്ഷണ പരിപാടിയാണ്. ആ പരിപാടിയിലേക്ക് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയെ വിളിച്ചു, സമസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയെ വിളിച്ചു, ചേളാരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സമസ്തയെ വിളിച്ചു. എല്ലാവരെയും ശരീഅത്ത് സംരക്ഷണത്തിന് കാന്തപുരം ഉസ്താദ് വിളിച്ചു. അവരുടെ വീട് പടിക്കൽ ചെന്ന് വിളിച്ചു. എന്തുകൊണ്ട്? മുത്തലാഖിൽ നമുക്കൊരേ അഭിപ്രായമാണ്, ശരീഅത്തിൽ ഒരേ അഭിപ്രായമാണ്, തൗഹീദിൽ ഒരേ അഭിപ്രായമാണ്. നമുക്കിടയിലുള്ള സംഘടനാ വ്യത്യാസങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റിയതാണ്. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ അതിലേക്ക് വന്നു, സമസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ വന്നു. പക്ഷേ കോഴിക്കോട് ബിരിയാണി കമ്മിറ്റിയിൽ മുജാഹിദിന്റെ കൂടെ ബിരിയാണിയും കഴിച്ച് ഏമ്പക്കം വിട്ടുപോയ ചേളാരി സമസ്തക്കാർ മുജാഹിദിന്റെ കൂടെ കൂടിയിട്ടും ആദർശപ്പൊരുത്തമുള്ള നമ്മുടെ പരിപാടിക്ക് വന്നില്ല, അവരുടെ പരിപാടിക്ക് നമ്മൾ ക്ഷണിച്ചതുമില്ല. അതങ്ങനെ കഴിഞ്ഞു. അതോടൊപ്പം ഈ രാജ്യത്തെ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ബഹുസ്വരതയെ തകർക്കുന്ന ഒരു സംവിധാനത്തെ പ്രതിരോധിക്കാൻ കോഴിക്കോട് നമ്മൾ ബഹുസ്വര സമ്മേളനം നടത്തി SYSന്റെ നേതൃത്വത്തിൽ. അതിനെയാണ് നമ്മളെ വക്കീൽ ശരീഅത്ത് റാലി അറിഞ്ഞത്. പത്രം വായിച്ചിട്ട് കോലം നോക്കിങ്ങള് അങ്ങോട്ട് പലത് ചേളാരി മൂല്യന്മാര് വണ്ടി എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ പറയാം. ഇയാളൊക്കെ ഇതിനെ പറ്റിയൊന്നും ഒരു ലോകമല്ല. ചന്ദ്രിക മാത്രം വായിച്ചാൽ എങ്ങനെ അത് കിട്ടും? നിങ്ങൾ ആ മനോരമയിലും വായിക്കണം മാഷേ. നിങ്ങളൊരു MLA ആണ്, ഞങ്ങളൊക്കെ കേരളക്കാരാന്നേ പറയാനുള്ളൂ. അപ്പൊ ഞങ്ങളെ നാണം കെടുത്തരുത്. ഏതായാലും നിങ്ങൾ ജയിച്ചില്ലേ? ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതിന് അതിന്റേതായ ഗുണവും ദോഷമൊക്കെ ഉണ്ടാവും മനുഷ്യന്മാരുണ്ടാക്കുമ്പോ അല്ലേ? അതിപ്പോ അങ്ങനെയല്ലേ? തുണി എടുക്കാത്ത ഒരാളുണ്ടായിന് നമ്മളെ നാട്ടില്, തുണി എടുക്കുന്ന ഒരാളുണ്ടായി, രണ്ടാളും പാടെ മത്സരിച്ചു. നാട്ടുകാർ വോട്ട് ചെയ്തത് ഉടുക്കാത്തവനാണ്, ഓനാണ് ജയിച്ചു. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നിടത്ത് തുണി എടുക്കണം അവർത്ത് മറക്കണമെന്നൊന്നുമില്ല. അപ്പൊ ജനാധിപത്യത്തിൽ അങ്ങനെയാണ്. കട്ടകാലത്ത് നിങ്ങൾ ജയിച്ചിക്കണം, ഇനി നിങ്ങളെ സഹിക്കണം ഞങ്ങളെ. അപ്പൊ ഇരിക്കട്ടെ, എന്നാ ഞങ്ങൾ ഗുണദോഷിക്കണം നിങ്ങളോട്. ഒരു പത്രമൊക്കെ വായിക്കണം നിങ്ങളെന്നേ പറയാനുള്ളൂ. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞങ്ങളെ വോട്ടിന് വിട്ടൂടങ്ങൾക്ക്. ഇനിയോ? അപ്പൊ ആ ബഹുസ്വര സമ്മേളനത്തിലേക്ക് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും അടക്കമുള്ള ഒരുപാട് ആളുകൾ വന്നു. ക്രൈസ്തവ സമൂഹത്തെ പ്രതിനിധീകരിച്ച് ആളുകൾ വന്നു, ഹൈന്ദവ സമൂഹത്തെ പ്രതിനിധീകരിച്ചു വന്നു, വിവിധ മത നിരീശ്വരവാദികളെ പ്രതിനിധീകരിച്ചു വന്നു. കാരണം ഏക സിവിൽ കോഡ് എന്നത് മുസ്ലിമീങ്ങളുടെ മാത്രം പ്രശ്നമല്ല, അത് ഈ രാജ്യത്തെ ബഹുസ്വരതക്കെതിരെയുള്ള പ്രശ്നമാണ്. അതിലേക്ക് ഞാൻ കൂടുതൽ വിശദീകരിച്ചു പോകുന്നില്ല, പലയിടത്തും നമ്മളത് വിശദീകരിക്കുന്നതുകൊണ്ട്. പക്ഷേ ആ സമ്മേളനത്തിൽ വന്ന ഹൈന്ദവ സമൂഹത്തിൽ നിന്നുള്ള ഒരു സ്വാമിജി, അയാൾ അവിടെ പ്രസംഗിച്ചു. മോഡിയുടെ നയത്തെയും നിലപാടിനെയും ഫാസിസത്തെയും ഒക്കെ വിമർശിച്ചു പ്രസംഗിച്ചിട്ടുണ്ട്. അതിലൊന്നും ഇപ്പൊ ഒരു വിഷയം അവിടെ അല്ല. പക്ഷേ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ശൈലിക്കും സ്വഭാവത്തിനും ഒക്കാത്ത കോലത്തില് മോഡിയെ വ്യക്തിപരമായി ഹത്യ ചെയ്യുന്ന ഒരു പ്രയോഗം നടത്തിയപ്പോ മോഡിയായിരുന്നു. ഈ സ്വാമിയുടെ പ്രസംഗം കഴിഞ്ഞിട്ട് AP ഉസ്താദ് എഴുത്തുക്ക് വിളിച്ചിട്ട് പറഞ്ഞു, പ്രസംഗം കൊള്ളാം, നിങ്ങൾ പറഞ്ഞതൊക്കെ വളരെ ക്ലിയറാണ്, പക്ഷേ നമുക്ക് നയം നിലപാടും പറഞ്ഞാൽ പോരെ, വ്യക്തിപരമായി എന്തിനാ പറയണേ എന്ന് പറഞ്ഞപ്പോ സ്വാമിക്കും മനസ്സിലായി അയാളൊരു മാന്യനെ ഇനി ഇവരെ കൈ കിട്ടണേ വരെ. അപ്പൊ അതുകൊണ്ട് സ്വാമിക്കും മനസ്സിലായി മൂപ്പര് നീച്ചിട്ട് ശരിയാ, ഒരുപാട് ഉലമാക്കളും പ്രായമുള്ള തങ്ങന്മാരുള്ള സ്റ്റേജ്, പാരാവാരം പോലെ കടപ്പുറത്ത് വെള്ളവസ്ത്രം ധരിച്ച മുസ്ലിം ഉമ്മത്തി. അപ്പൊ ആ സദസ്സിന് പറ്റിയത് പറഞ്ഞാൽ മതിയല്ലോ വിചാരിച്ചിട്ട് ഇവിടെ ഞാൻ ജാതിയൊന്നും പറയണില്ല, അത് പറയാൻ പറ്റിയുണ്ട്. അതങ്ങനെയാണ്, ബാത്റൂമിൽ അത് ചെയ്യണം, ഔത്തേപ്പള്ളിയിൽ അതും ചെയ്യണം. അപ്പൊ ഔത്തേപ്പള്ളി ചെയ്യേണ്ടതേ ഇവിടെ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു സ്വാമി, അത് ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറ്റാണ്. അങ്ങനെ മൂപ്പര് ബാത്റൂം തെരഞ്ഞെടുക്കുമ്പോൾ ആ മറ്റേ സമസ്ത മുതലക്കൊളത്തെ ഒരു പരിപാടിയെ ചെയ്യും. അതിന്റെ കഥയാണ് ഞാൻ അടുത്തത് നമ്മളെ വക്കീല് പറയുന്നത്. അങ്ങനെ പറഞ്ഞു സ്വാമി പറഞ്ഞു, നരേന്ദ്രമോദിക്ക് വെളിവില്ല, തലക്ക് വെളിവില്ലാത്തവനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് വരെ സ്വാമി പറഞ്ഞു. അതെ, അത് ഒരർത്ഥത്തിൽ കളവാണ്, മറ്റൊരർത്ഥത്തിൽ വ്യക്തിഹത്യയാണ്. അതിപ്പോ നമ്മളെ വിഷയമല്ല. നമ്മളെ വിഷയം മോഡിയുടെ നിലപാടാണ്, നയമാണ്, ആദർശമാണ്, ഫാസിസമാണ്. അതിനെതിരെ സ്വാമി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ആരും തിരുത്താൻ പോയിട്ടില്ല, ശരി വെച്ചക്കാണ്. അപ്പൊ പ്രസംഗിച്ചിരുന്നപ്പോ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ അപ്പറഞ്ഞത് ശരിയായില്ല. അപ്പറഞ്ഞത് ശരിയായില്ല, ബാക്കിയൊക്കെ ഓക്കെ. എന്താ അതിലുള്ള കുഴപ്പം? ഈ പറഞ്ഞതൊക്കെ മാറ്റി പറയണമെന്ന് പറഞ്ഞു. സംഘാടകൻ പ്രസംഗിക്കാൻ വിളിച്ച ആളല്ലേ മാറ്റി പറയാൻ പറയണത്, എന്താ സ്വാമി ചെയ്യാ? സ്വാമി പറഞ്ഞു,
എന്റെ അഭിപ്രായമൊക്കെ അത് തന്നെയാണ്. പക്ഷെ നിങ്ങൾ സംഘാടകരാണ്, നിങ്ങളെ സമ്മേളനമാണ്. നിങ്ങൾക്ക് നരേന്ദ്രമോദിനെ ഇങ്ങനെ വിമർശിച്ചാൽ പറ്റൂലെങ്കിൽ ഞാൻ അതൊക്കെ ഇവിടെ പിൻവലിച്ചു. അതെ, അങ്ങനെയൊന്നും അയാൾ പറഞ്ഞിട്ടില്ല. ഇനി പറഞ്ഞാലും കുഴപ്പമില്ല, അയാൾക്ക് ഖുർആനും സുന്നത്തൊന്നും നോക്കണ്ടല്ലോ. അപ്പൊ അയാള് അവിടുന്ന് അത് പിൻവലിച്ചു. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, ഇതൊക്കെ പറയാൻ പറ്റിയ ഏതായാലും നായാട്ട് കമ്പനീനെ കിട്ടിയാൽ ഞാൻ ഇത് അവിടെ പറഞ്ഞോളാം. ഇവിടെ പിൻവലിച്ചു. അയാൾ പിൻവലിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് 2 ദിവസം കഴിഞ്ഞപ്പോ സമസ്തന്റെ റാലി കോഴിക്കോട്. ഇയാൾക്കൊന്ന് ബാത്റൂമിൽ പോയി ഇതൊന്നും ഒഴിവാക്കണ്ടേ. കാത്തു നിൽക്കുമ്പോ എന്ത് ചെയ്ത് ഒരു സ്പെഷ്യലൈസ്ഡ് സമ്മേളനം മുതലക്കുളത്ത് ആണ് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് ഇയാള് വെള്ളാപ്പള്ളിന്റെ അടിവയറും അടിവസ്ത്രവും നരേന്ദ്രമോദിയുടെ ഉള്ളിലും പുറം കൊടലും മാലിയും ഒക്കെ പറഞ്ഞിട്ട് 1.5 മണിക്കൂർ ഫാത്തിയോതി തുടങ്ങിയ പരിപാടിയിൽ സഹിക്കണ്ടേ. കാരണം ഇങ്ങനെ പറഞ്ഞു കൊണ്ടേതല്ലേ. ഈ സ്വാമിനെ തന്നെ പോയി വിളിച്ച് അതുവരെ വിളിച്ചാത്തോന് അയാളെ തന്നെ വിളിച്ചുണ്ടേ. ഏപ്പിനായിട്ട് എന്തോ ഒരു പണക്കുണ്ട് തോന്നുന്നുണ്ട്, ഒന്ന് കാസറ്റ് വാരണം. അതിനാണ് ഒന്ന് ആലോചിച്ചോക്കി നിങ്ങള്. സ്വാമിനോട് സ്വാഗത പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് എന്തും പ്രസംഗിക്കാം. അതിനാണ് കുരങ്ങിനെ എണീച്ചു കൊടുക്കാറിയാ തോന്നിയത്. ഇവിടെ ആരും നിങ്ങളെ തടയാനുണ്ടാവില്ല. എങ്ങനെ നിങ്ങൾക്ക് തോന്നിയതൊക്കെ പ്രസംഗിച്ചാൻ ഒരു മതസംഘടനന്റെ സ്റ്റേജുമ്മലേ എന്താ ഇതിന്റെയൊക്കെ കഥ? മാറ്റി പറയണമെന്നും നിങ്ങളോട് പറയില്ല. ഞങ്ങളെ സ്റ്റേജിമ്മ വരുന്നവർക്ക് തോന്നിയതൊന്നും പറയാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോ ചിലതൊക്കെ മാറ്റേണ്ടി വരും. അതാ ഞങ്ങളെ സംഘടന, മനസ്സിലായില്ലേ? സ്വാമി പ്രസംഗം തുടങ്ങി. വെള്ളാപ്പള്ളിന്റെ അടിവസ്ത്രമുണ്ട്, കൊടവയറുണ്ട്, മൂപ്പര് തിന്നണുണ്ട്, കാഷ്ടിക്കണുണ്ട്, എല്ലാ ജാതിയാണ് വന്നേ. മുതലക്കൊള്ള അങ്ങോട്ട് ക്ലിയറായി. അതിലപ്പോ ചുരുക്കി പറയേണ്ടേ ഉള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെ എന്താ നിങ്ങൾ ഓരോ മൂല്യന്മാര് പറയുന്ന കുറെ വിടുവായുത്തങ്ങളാണ്. ഇതൊക്കെ ഈ ചേളാരി മൂല്യന്മാർ